പണ്ട് കാലത്ത് നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാസ്റ്റെക്ടമി എന്ന് പറയും. പക്ഷെ വിത്ത് മോഡേൺ മെഡിസിൻ ആൻഡ് അഡ്വാൻസ് സർജിക്കൽ ടെക്നീക്സ് ആൻഡ് മെത്തേഡ്സ് ഇപ്പം നമുക്ക് മനസ്സിലായത് ഫുൾ മൊത്തത്തിൽ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു മുഴ മാത്രം മാറ്റിയിട്ട് കക്ഷത്തെ കഴലുകൾ കൂടെ അഡ്രസ്സ് ചെയ്താൽ അത് കഴിഞ്ഞ്, അത് കൂടാതെ ഇപ്പം മോഡേൺ അഡ്വാൻസ്ഡ് റേഡിയേഷൻ തെറപ്പി ഒക്കെ വെച്ച് നമുക്ക് പ്രിസർവ് ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്ക് മൊത്തം എടുത്ത് മാറ്റാതെ ആ മുഴ മാത്രം മാറ്റി നമുക്ക് കക്ഷത്തെ കഴലുകളുണ്ടെങ്കിൽ അതിനെയും അഡ്രസ്സ് ചെയ്തിട്ട് അത് ഫോളോഡ് ബൈ റേഡിയേഷൻ തെറപ്പി നമുക്ക് മാറ്റുന്ന അത്രയും സെയിം റിസൾട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ബ്രസ്റ്റ് കൺസർവേഷൻ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് ഈ കാലത്ത് അതേ റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ മോഡേൺ സർജിക്കൽ ടെക്നീക്സ് വെച്ച് പ്ലാസ്റ്റിക് സർജറി അഥവാ ഓങ്കോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി വെച്ചിട്ട് ഇറ്റ് ഇസ് ആസ് ഇക്വലന്റ് ടു കമ്പയറിംഗ് ടു എ ജാപ്പനീസ് ആർട്ട് ഓഫ് കിൻസുക്കി, വേർ നമുക്കൊരു അസുഖം വന്നു, ആ ഒരു അസുഖത്തിനെ മാറ്റി നമ്മളൊരു ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അത്രയും ബ്യൂട്ടിഫുള്ളി ആണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് അതൊരു സർജറി ചെയ്തെന്നോ അത് റേഡിയേഷൻ തെറപ്പി ചെയ്തെന്നോ നമ്മൾ അറിയാത്ത പോലെയാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. സോ ഈ കാലത്ത് നമുക്ക് വി നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ വെരി ഗുഡ് കോസ്മസിസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. സോ നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് നമുക്ക് ഈ കാലത്ത് മോഡേൺ ടെക്നോളജി, സർജിക്കൽ ടെക്നീക്സ്, അഡ്വാൻസ് സ്കിൽസ് വെച്ച് ഈ കാലത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.